അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് സൂര്യനെല്ലിയിലോട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴി നോക്കിക്കേ എന്തൊരു ഭംഗിയാണ്. പ്ലസ് നല്ല അടിപൊളി മഴ. പിന്നെ എന്ത് വേണം മൂന്നാറിന്. അങ്ങനെ പോണ വഴിയിലൊരു അടിപൊളി സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വണ്ടി നിർത്തുമോ, ഞാൻ ഇറങ്ങിട്ടെ. അങ്ങനെ ഓടിപ്പോയിട്ടോ അങ്ങോട്ട്. ദേവികുളത്ത് ഒരു സ്റ്റോപ്പ് വെറുതെ ചുമ്മാ നിർത്തിയതാണ് വണ്ടി. അപ്പം കണ്ട കാഴ്ചയാണ് ഇട്ടത്. അടിപൊളിയാണ്. വൈകുന്നേരം 5 മണിയാണ് ഇപ്പം. അപ്പോൾ ഇവരൊക്കെ തേയില സംഭവങ്ങളൊക്കെ ഇതാ റെഡിയാക്കി ഇവരിപ്പം അവരെല്ലാം പാക്കാക്കി റെഡിയാക്കി നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ടെമ്പിൾ കേട്ടോ. ആ കാണുന്നത് ഒരു ടെമ്പിളാണ്. അപ്പം അതെല്ലാം മഞ്ഞിലിങ്ങനെ മൂടാൻ പോവാണ്. നല്ല ഫോഗിയാണ്. നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. മൂന്നാറിന് ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റ് മൂന്നാറൊക്കെ ഒന്ന് എക്സ്പ്ലോർ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വഴികളിൽ ഉള്ളിലോട്ട് കയറുക. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് നല്ല വ്യൂ കിട്ടും. ഞാനിപ്പോൾ ഉള്ളത് 5 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയൊക്കെ വരികയാണ്. ഭയങ്കര രസമാട്ടോ. നമ്മൾ കുടിക്കുന്ന ചായയും കാപ്പിയും ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുവാണ്. ഇതൊക്കെ ഇവർ ഫാമേഴ്സ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് നമുക്ക് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും തേയിലൊക്കെ കിട്ടുന്നത്. നമ്മുടെ വണ്ടിയാണത്. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ പോകുന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വ്യൂ ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ കേട്ടോ മൂന്നാറിൽ. അവിടെ ചെറിയൊരു അമ്പലമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വഴി ഉണ്ടെന്ന് തോന്നുന്നു അമ്പലത്തിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ അമ്പലം ഇങ്ങനെ ദൂരേന്ന് ഇങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കണ കാണാനായിട്ട് ഭംഗി. അതുകൊണ്ട് അടുത്തോട്ട് പോകാൻ നിന്നില്ല, ടൈമും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ സൂര്യനെല്ലി കാടൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. പോണ വഴിയിൽ നിർത്തിയതാണ്. അപ്പം കാടെത്തുമ്പം അതിൻ്റെ മുകളിലെത്തുമ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ.